ആര് നയിക്കുമെന്നുള്ള ചോദ്യം അന്തരീക്ഷത്തിൽ ഉയരാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസിനകത്ത് ചർച്ചയായിരുന്നു. എന്തായാലും ആ ഒരൊറ്റ പേരിലേക്ക് എത്താൻ കോൺഗ്രസിന് ഇതുവരെ ആയിട്ടില്ല. അതിനുള്ള തിരക്കിട്ട നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ നിർണായക നിയമസഭാ കക്ഷി യോഗം ഇന്ന് ചേരുകയാണ്. രാവിലെ 10 മണിക്ക് KPCC ആസ്ഥാനത്താണ് യോഗം ചേരുക. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെത്തിയ AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും AK ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം നിരീക്ഷകർ MLA-മാരിൽ നിന്ന് സ്വതന്ത്ര അഭിപ്രായം തേടും. ഭൂരിപക്ഷം പേരും പിന്തുണയ്ക്കുന്നത് ആരെ എന്ന് ഇന്ന് രാത്രിയോടെ നിരീക്ഷക സംഘം ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകും. സുനിൽ ഐസക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സുനിൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കോൺഗ്രസ് പതിവ് പോലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നിർണായക നിയമസഭാ കക്ഷി യോഗം, അതിനിടയിൽ നിന്ന് AICC നിരീക്ഷകർ ഓരോരുത്തരിൽ നിന്നും ഇൻഡിവിജ്വലായി ആര് മുഖ്യമന്ത്രിയാകണമെന്നുള്ള അഭിപ്രായം തേടും, ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകും. ഒപ്പം ഘടകകക്ഷി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള വിവരങ്ങൾ കൂടി വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് രാത്രിയോടുകൂടെ തന്നെ റിപ്പോർട്ട് അത് പൂർത്തിയാക്കാനുള്ള സാധ്യതയുണ്ട്. ഉടൻ തന്നെ റിപ്പോർട്ട് നൽകുന്നതിനനുസരിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്താമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അത്ര സ്മൂത്ത് ആയിട്ട് തന്നെ കാര്യങ്ങൾ പുരോഗമിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ സുനിൽ? ജിൽസി, കേരളത്തിലെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ ഏറ്റവും നിർണായകമായ ദിനം എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. ഞാൻ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവന് മുന്നിലാണ്. ഇവിടെ ഒരുപക്ഷെ വോട്ടെണ്ണൽ ദിനത്തെ പോലും അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഉദ്വേഗം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം കൂടിയെന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടി മുകുൾ വാസ്നിക്കും പ്രൊഫസർ അജയ് മാക്കനും തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. അവർ AK ആന്റണിയെ ഇന്നലെ ഇവിടെ KPCC ആസ്ഥാനത്ത് ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തി. MM ഹസനുമായും അവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് അവർ ഇന്നലെ താമസ സ്ഥലത്തേക്ക് മടങ്ങുന്നത്. എന്തായാലും ഇന്ന് രാവിലെയും ഒരുപക്ഷെ തിരുവനന്തപുരത്തുള്ള പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. 10:30 മണിക്കാണ് നിർണായകമായ നിയമസഭാ കക്ഷി യോഗം, കോൺഗ്രസിന്റെ ആദ്യ നിയമസഭാ കക്ഷി യോഗം. അതിലാണ് നിർണായകമായ ഒരു തീരുമാനമുണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതിനു മുമ്പ് നമുക്ക് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, എന്തായാലും AICC നിരീക്ഷകർ ഇവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ KC വേണുഗോപാൽ പക്ഷം വ്യാപകമായി ഫ്ലെക്സ് ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുകുഞ്ഞിന് ശേഷം KC എന്ന ഫ്ലെക്സ് ബോർഡ്, ഒപ്പം വാം വെൽക്കം ലീഡർ എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡുകൾ, ഒപ്പം ഒരു നിരവധി ബോർഡുകൾ വാഹനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പലരുടെയും പേരിലാണ്, മണ്ഡലം പ്രസിഡന്റുമാരുടെ പേരിൽ. ഇതിപ്പോ കായംകുളം മണ്ഡലം പ്രസിഡന്റ് നൌഷാദ് ഖാന്റെ പേരിലുള്ള ഫ്ലെക്സ് ബോർഡാണ് ആ കാണുന്നത്. ഇവിടെ ഒരു വാഹനം നിറയെ KC വേണുഗോപാലിന് വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ടുവന്ന് നിറച്ചിട്ടുണ്ട്. അവിടെ എനിക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയാൽ അവിടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിൽ കുഞ്ഞുഞ്ഞിന് ശേഷം KC എന്ന പേരിൽ അവിടെയും ആ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യാപകമായി KC വേണുഗോപാലിന് വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്ന കാഴ്ച കൂടി, അങ്ങനെ ഒരു രസകരമായ കാഴ്ച കൂടി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. നേരത്തെ നമുക്കറിയാം KC വേണുഗോപാൽ ഡൽഹിയിലേക്ക് ചെന്നിറങ്ങുമ്പോൾ അവിടെ ഡൽഹി DCCയുടെ നേതൃത്വത്തിൽ KC വേണുഗോപാലിന് വലിയ സ്വീകരണമൊക്കെ ഏർപ്പെടുത്തി. കേരളത്തിൽ മാത്രമല്ല, അങ്ങ് ഡൽഹിയിലും തനിക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന തരത്തിലേക്ക് ആ സ്വാധീനം കാണിച്ചു കൊടുക്കുന്നതിനുള്ള ശ്രമം KC വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വ്യാപകമായി ഫ്ലെക്സ് ബോർഡുകൾ കൂടി നിരീക്ഷകർ ഇവിടെ എത്തുന്ന ദിവസം സ്ഥാപിക്കുന്നത്. മറ്റേതെങ്കിലും നേതാവിന്റെ പേരിൽ ഇവിടെ വ്യക്തിപരമായ ഫ്ലെക്സ് ബോർഡുകൾ ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ച് കാണുന്നില്ല. മറ്റ് ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് ബോർഡ്, ഒപ്പം KPCC അധ്യക്ഷന്റെയും VD സതീശന്റെയും ചെയർമാൻ ചെന്നിത്തലയുടെയും ഒക്കെ ഒന്നിച്ചുള്ള ഫ്ലെക്സ് ബോർഡുകൾ മാത്രമാണ് അതിനൊപ്പം കാണാൻ കഴിയുന്നത്. എന്തായാലും അങ്ങനെയുള്ള ചില കാഴ്ചകൾ കൂടി ഇന്ന് KPCC ഓഫീസിന് മുമ്പിൽ നിന്നുണ്ട് എന്നതുകൂടി ഇതിനൊപ്പം നമുക്ക് ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്. എന്തായാലും രാവിലെ 10:30 മണിക്കാണ് നിർണായകമായ യോഗം ആരംഭിക്കുക. ആ യോഗത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും പങ്കെടുക്കും. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ VD സതീശൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്, KC വേണുഗോപാൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഉണ്ട്. ഇന്നലെ രാവിലെ തന്നെ KPCC അധ്യക്ഷനും എത്തിയിരുന്നു. രമേശ് ചെന്നിത്തലയും ഇന്നലെ നിരീക്ഷകർക്കൊപ്പം തന്നെയാണ് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും 9 മണിയോടുകൂടി എത്തും. MLA-മാരും മുഴുവൻ MLA-മാരും 63 MLA-മാരും എത്തും. അങ്ങനെ അവരെ കോമൺ ആയി കാണുക എന്നാണ് ആദ്യത്തെ നടപടിക്രമം. അതിനുശേഷം അവരോട് കാര്യങ്ങൾ വിശദീകരിക്കും. ശേഷമാണ് ഓരോ MLA-മാരുടെയും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം തേടുന്നത്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് ആരെന്ന് തീരുമാനിക്കുന്നതുമായൊക്കെ ബന്ധപ്പെട്ട് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ തേടിയപ്പോൾ അത് ഇവിടെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു അത്തരം ഈ അഭിപ്രായ സ്വരൂപണം നടത്തിയത്. ഇത്തവണ അത് KPCC ഓഫീസിലാണോ അതോ മറ്റെവിടെയെങ്കിലും ആണോ എന്നറിയില്ല. എന്തായാലും ഓരോ ആളുകളെയും ഈ 2 നിരീക്ഷകരും കാണും. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തും, റെക്കോർഡ് ചെയ്യും. വേണ്ടി വന്നാൽ അവരെ കൊണ്ട് എഴുതി വാങ്ങിപ്പിക്കും.
അത്തരത്തിലാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. 3-4 മിനിറ്റ് മാത്രമായിരിക്കും ഒരു MLA-ക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള ഒരു സാഹചര്യം അവസരമുണ്ടാവുക. അതിനുശേഷം കോമൺ ആയിട്ട് കിട്ടുന്ന അഭിപ്രായം സ്വരൂപിക്കുക എന്നതാണ് ഇന്ന് ചെയ്യുന്ന കാര്യം. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്